Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom 6th സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് 23rd സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ആൻഡ് GST. ദെൻ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നതാണ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. സോ ഇൻകം ടാക്സ് ആൻഡ് GSTയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. പാർട്ട് സിയിൽ നമുക്ക് 4 SI ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 ആൻസർ കൊടുക്കണം. അപ്പോൾ 3 തിയറി ചോദ്യങ്ങളും ഒരു പ്രോബ്ലമാണ് സാധാരണ ഇൻകം ടാക്സ് ആൻഡ് GSTയിൽ കണ്ടുവരാറ്. അതിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നമുക്കറിയാം ഈ ഒരു പേപ്പറിൽ 2 ടോപ്പിക്കുകളുടെ മിക്സ്ചറാണ് ഇൻകം ടാക്സിൻ്റെ കണ്ടിന്യൂവേഷൻ. 5th സെമസ്റ്ററിൽ നമ്മൾ ഹെഡ്സ് വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേഷൻ, ദെൻ പിന്നെ GST പോർഷൻ. അപ്പോൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ അതുപോലെ തന്നെ എൻ്റെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലമാണ് കമ്പൽസറി ആയിട്ട് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ദ ടോട്ടൽ ഇൻകം ആൻഡ് ചിലപ്പോൾ ടാക്സ് ലൈബിലിറ്റി ചോദിക്കണമെന്നില്ല, ടോട്ടൽ ഇൻകം മാത്രം ചോദിച്ച് അവസാനിപ്പിക്കാം. ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ 5th സെമസ്റ്ററിലെ സാലറി അതുപോലെ തന്നെ PGBPയിൽ നിന്നൊക്കെ essay വരാറുണ്ട്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ കുറച്ചും കൂടി ഈസിയാണ്. കാരണം സാലറി എന്നൊക്കെ നമുക്ക് ഡെപ്തിൽ ചോദ്യങ്ങൾ കാണാറുണ്ട് PGBP ആണെങ്കിലും. ഓക്കെ, സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് കുറച്ചും കൂടിയും നല്ലത്. ഞാൻ എപ്പോഴും കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാറ് നിങ്ങൾ തിയറിയിലോട്ട് പോണേക്കാൾ ബെറ്റർ പ്രോബ്ലം ചെയ്യുകയായിരിക്കും. കാരണം നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ് കണ്ടുവരാറ്. അപ്പോൾ ഇതാണ് കമ്പൽസറി പ്രോബ്ലം സജസ്റ്റ് ചെയ്യാനില്ല കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യമായിട്ട് ഇൻകം ടാക്സ് പോർഷനിൽ നിന്ന് വരാറ് മിക്ക പേപ്പറിലും ഇൻകം ടാക്സ് റിട്ടേണിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ നിർബന്ധമായും ഫോക്കസ് കൊടുക്കണം. ഇൻകം ടാക്സ് റിട്ടേൺ എന്താണ്, ഇൻകം ടാക്സ് റിട്ടേൺ എന്താണ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ്, അതിൻ്റെ പല മെത്തേഡ്സ് ഉണ്ട്, അതെന്തായാലും ഫോക്കസ് ചെയ്യണം. ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ലാസ്റ്റ് ഒരു 3 years ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൽ 2 വർഷത്തെ പേപ്പറിൽ ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ട്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഫോക്കസ് ചെയ്യണം കേട്ടോ. ഈ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നൊരു ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് GSTനെ റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും കണ്ടുവരാറുള്ള 2-3 സജഷൻസ് ആണ്. അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടും. ബേസിക്സ് ആണ് കൂടുതൽ അവർ ഇടാറ്. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് നിർബന്ധമായി നോക്കേണ്ട ഏരിയ ആണ്. മിക്ക പേപ്പറിലും കാണാറുള്ള മറ്റൊരു ടോപ്പിക്കാണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ ഫീച്ചേഴ്സ് ഫോക്കസ് ചെയ്യുക. ദെൻ ആദ്യത്തെ ഒരു 3-4 വർഷം മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിൽ കണ്ടിട്ടുള്ളതാണ് വളരെ സിമ്പിളായിട്ട് ഇതിൽ GST എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST ഇല്ലേ, ഇപ്പോൾ CGST, SGST, IGST, അതിൻ്റെ മാത്രം എക്സ്പ്ലനേഷൻ
ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഈസി ആയിട്ടുള്ള വരുമെന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ നോക്കി വയ്ക്കണം. ഇപ്പോൾ GST, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു essay ചോദ്യം. ഇനി നെക്സ്റ്റ് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ് GST രജിസ്ട്രേഷന് വേണ്ട പ്രീ റിക്വസിറ്റ്സ്. ആ ഒരു ക്വസ്റ്റ്യൻ, പ്രീ റിക്വസിറ്റ്സ് ഓഫ് GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. ഓക്കെ, രജിസ്ട്രേഷൻസ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ളൊരു ചോദ്യമാണ്. നിർബന്ധമായും ഫോക്കസ് ചെയ്യുക. ഇനി ഒരൊറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് ടൈം ഓഫ് സപ്ലൈനെ പറ്റിയിട്ട്. ശരിക്കും പ്രൊഫഷണൽ കോഴ്സിനൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളൊരു essay ക്വസ്റ്റ്യൻ ആണ് ടൈം ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ. ബട്ട് ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകുന്ന സമയത്ത് ടൈം ഓഫ് സപ്ലൈ എന്താണെന്നുള്ളത് അധികം ചോദിക്കാറില്ല. 2 മാർക്സിന് പലപ്പോഴും കാണാറുണ്ട്. essayക്ക് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ 4 ചോദ്യങ്ങൾ നോക്കിയതിന് ശേഷം ടൈമിൻ്റെ ബേസിൽ മാത്രം അതിലോട്ട് പോകുക. ടൈം ഓഫ് സപ്ലൈ ഞാൻ TOSന് എഴുതുന്നല്ലോ. എന്താണ് ദെൻ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ഓഫ് സപ്ലൈ. പ്രൊവിഷൻസ് റിലേറ്റിംഗ് to the determination of time of supply. അതാണ് മറ്റൊരു സജഷൻ തരാനുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മിക്കതും essay ക്വസ്റ്റ്യൻസ് ലഭിക്കും. ഇനി ഒരു സജഷനും കൂടി നൽകാനുള്ളത് ഇതാണ്, പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു deduction of income tax at source. ഓക്കെ, ഇതൊരൊറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ essay ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 തിയറി ചോദ്യങ്ങളും ഒരു പ്രോബ്ലമാണ് വരുന്നത്. പ്രോബ്ലമായിട്ട് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ, ടാക്സ് ലയബിലിറ്റി, ഇൻഡിവിജ്വലിൻ്റെ കമ്പൽസറി, ദെൻ നമുക്ക് ഇൻകം ടാക്സിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു തിയറി ചോദ്യം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ റിലേറ്റ് ചെയ്തുള്ള കാര്യമാണെന്ന് പറഞ്ഞു. ഫയലിംഗ് ഉണ്ട്. ഇനി ഇതല്ലാണ്ട് നമുക്ക് അസസ്മെൻറ്റ്, അതുപോലെ തന്നെ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഉണ്ട്. അത് essayക്ക് ശരിക്കും സ്കോപ്പുള്ളൊരു ചോദ്യമാണ്. ബട്ട് അത് 5 മാർക്കിനൊക്കെയാണ് കണ്ടുവരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്, അതുപോലെ തന്നെ അതോറിറ്റീസിൻ്റെ പവേഴ്സ്, അതും നമുക്ക് ഇൻകം ടാക്സിൽ തിയറിക്ക് സ്കോപ്പുള്ള ഏരിയാസാണ്. ബട്ട് നമുക്ക് ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിന് ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യാത്തത്. പിന്നെ ഇനി ബാക്കി പറഞ്ഞിട്ടുള്ളതൊക്കെ GST ഏരിയയിൽ നിന്നാണ്. GSTയുടെ ബേസിക്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുക, എന്തായാലും കിട്ടും. അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഫീച്ചേഴ്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST, എസ്പെഷ്യലി CGST, SGST, IGST, അതിൻ്റെ കൺസെപ്റ്റ്, പിന്നെ GST രജിസ്ട്രേഷൻ്റെ പ്രീ റെക്വസിറ്റ്സ്, പിന്നെ ഇതിൻ്റെ ക്യാൻസലേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. 5 മാർക്സിനാണ് കണ്ടുവരാറ്. അതും നോക്കി വയ്ക്കാം. പിന്നെ ടൈം ഓഫ് സപ്ലൈ, ദെൻ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഡിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അറ്റ് സോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് essayക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ സജഷൻ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ സജഷൻസും പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ സജഷൻസും ആയിട്ട് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.